ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 2025 പാളികൾ കൊണ്ടുപോയതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആലോചന. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് സ്വർണ്ണപ്പാളികൾ അന്ന് കൈമാറിയത്. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ഭരണസമിതിയാണ് അനുമതി നൽകിയത്. ഒരു അന്വേഷണവുമില്ലാതെ പാളികൾ കൊടുത്തയച്ചതിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് SIT ചൂണ്ടിക്കാണിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്താൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. വിവരങ്ങൾ R രാജീവാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത്. രാജീവ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് PS പ്രശാന്തിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തത്. അതിൽ നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണോ ഈ അടുത്തിടെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് കൂടി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ SIT ഒരുങ്ങുന്നത്? ഗൗതം, തീർച്ചയായും വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം 2025 വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നില്ല. ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കുന്നത്. അതിനു മുൻപായി സ്മാർട്ട് ക്രിയേഷൻസ് ഒരു കത്ത് നൽകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇത് കൊടുത്തുവിടാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. ഈ കത്ത് ലഭിക്കുമ്പോൾ പോലും യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇത് കൊടുത്തുവിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലും മറ്റൊരു പരിശോധന നടക്കുന്നില്ല. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് 2019 ഈ ദ്വാരപാലക ശില്പത്തിലും അതുപോലെ തന്നെ കട്ടിളപ്പാടികളിലും സ്വർണം പൂശിയിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽനോട്ടത്തിലാണ് നടന്നത്. ആ സമയത്താണ് വലിയ ഒരു തട്ടിപ്പ് അവിടെ നടക്കുന്നത്. 1998 UB ഗ്രൂപ്പാണ് ഈ സ്വർണം പൊതിയുന്നത്. ശ്രീകോവിലും അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലുമൊക്കെ സ്വർണം പൊതിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറിവ് തുടർന്നിങ്ങോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്നിരിക്കെ, അതായത് പിന്നീട് ഇങ്ങോട്ട് 2025 ഈ ശില്പങ്ങളിൽ ചെമ്പ് തെളിയുകയാണ്, അതായത് സ്വർണം മാറി ചെമ്പ് തെളിയുകയാണ് എന്ന് കൃത്യമായ ഒരു വിവരം ദേവസ്വം ബോർഡിന് ലഭിക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകൾ, എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുകയാണ്, ഒരു ഉത്തരവ് പുറത്തിറക്കുകയാണ്. വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിനെ കൊണ്ട് ഇത് അറ്റകുറ്റപ്പണി ചെയ്യിക്കാൻ കഴിയും. സാധാരണ രീതിയിൽ സ്വർണം പൂശുകയാണെങ്കിൽ ഈ ചെമ്പ് തെളിയാറുണ്ട്, ചെമ്പ് പാളികളിൽ സ്വർണം പൂശുമ്പോൾ ചെമ്പ് തെളിയാറുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ ചെമ്പല്ല അവിടെ ഉണ്ടായിരുന്നത്, സ്വർണം പൊതിഞ്ഞു എന്ന് തന്നെയാണ് 1998 രേഖകൾ പറയുന്നത്. ആ രേഖകൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പരിശോധിച്ചില്ല? മാത്രമല്ല, ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചത് ഇതേ വിഷയങ്ങൾ തന്നെയാണ്. 2025 ദേവസ്വം ഭരണസമിതിക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പക്ഷേ 2025 ദേവസ്വം ഭരണസമിതിക്കെതിരെ പ്രത്യേകമായി അന്വേഷണം വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതായത് 2019 ഭരണസമിതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് കട്ടളപ്പാളികൾ കൊണ്ടുപോയതിലും ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലും. ഇതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായത്. 2025 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഈ പാളികൾ കൊടുത്തുവിടുന്നു എന്ന് മാത്രമല്ല, ആ സമയത്തും വേണ്ടത്ര പരിശോധനകൾ നടക്കുന്നില്ല. ഇതുകൂടി മുൻനിർത്തിയാണ് 3 തവണ PS പ്രശാന്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടന്നത്. കൃത്യമായൊരു ഉത്തരം ഇതിന് നൽകാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത് മുന്നോട്ട് വെക്കുന്ന വാദമെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ കൂടി ഒപ്പം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിട്ടത്. യാതൊരു തരത്തിലുള്ള വീഴ്ചയും ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടില്ല എന്നാണ് PS പ്രശാന്ത് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായും അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് 2025 വരെയുള്ള കാലയളവിലും വളരെ കൃത്യമായ സ്വാധീനം ശബരിമല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുമായി വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീടും ഈ ഭരണസമിതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഈ ചെമ്പിൽ സ്വർണ്ണം പൂശിയ പാളികൾ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണ്ടും ഇത് പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യുക. 2025 പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT എത്തുന്നത്. അതിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഇതിലൂടെ ഉണ്ടാകും. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ ഉൾപ്പെടെയുള്ളവരെ അവരുടെയും ഈ പറയുന്ന രീതിയിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ കേസിലും അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ വിശദമായ, അതായത് നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികളെല്ലാം ജയിൽ മോചിതരാകുന്നൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട്. പക്ഷേ ഇതിൽ അന്വേഷണ സംഘം നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് 2025 കേസിൽ കൂടി FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്
പ്രസിഡന്റായ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. മാത്രമല്ല അന്നത്തെ ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നതാണ്. ഇതിന് സർക്കാർ അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഹൈക്കോടതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ദേവസ്വം ഭരണസമിതിക്ക് 2025 ദേവസ്വം ഭരണസമിതിക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചാവും ഇത്തരമൊരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം. ഓക്കെ രാജീവ്, ഈ നേരത്തെ നമുക്കറിയാം 2019 ഈ കട്ടിളപ്പാളിയും അതല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിലും സമാനമായ രീതിയിൽ ഇത് അഴിച്ചുകൊണ്ട് പോകുന്നത് വലിയ ദുരൂഹമായ പ്രവർത്തനമായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2025 ഇത് നൽകുന്നു എന്ന് പറയുമ്പോൾ 2019 നടന്നതും 2025 നടന്നതിലുമൊക്കെ സെയിം ടീം തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വർഷങ്ങളായി ഒരു പരമ്പരയായി ഈ ക്രമക്കേട് ശബരിമലയിൽ നടക്കുന്നുവെന്ന് വേണ്ട മനസ്സിലാക്കാം. അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. കാര്യം 2019 ആ തട്ടിപ്പ് മറയ്ക്കാനുള്ള ശ്രമമാണ് 2025 നടന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ചെമ്പ് പൊതിയുന്നു. അതിനുശേഷം വീണ്ടും സ്വർണം പൂശി തിരികെ എത്തിക്കുന്നു. പിന്നീടാണ് 2024 കാലയളവാകുമ്പോൾ ഈ സ്വർണം പൂശിയത് മാറി ചെമ്പ് തെളിയുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തട്ടിപ്പ് പുറത്തു വരും എന്നൊരു ഘട്ടത്തിൽ കൂടിയായിരുന്നു. ഈ കട്ടിളപ്പാളി വിവാദമാണെങ്കിലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണെങ്കിലും അത് പുറത്തേക്ക് വരുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നത് PS പ്രശാന്താണ്. അന്ന് പ്രശാന്ത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ രാജീവ് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ സ്വർണ്ണ കവർച്ചയെ തനിക്ക് ബന്ധമില്ല, അല്ലെങ്കിൽ താൻ ഭരണാധികാരിയായിരിക്കുന്ന ബോർഡിന് ഈ വിഷയവുമായി യാതൊരു ബന്ധമില്ല എന്ന് പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വ്യക്തിയാണ് പ്രശാന്ത്. ഇപ്പോൾ പ്രശാന്ത് കൂടി കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നതാണല്ലോ ഈ ഘട്ടത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ഗൗതം, ഈ ശബരിമല സ്വർണ്ണക്കവർച്ച പുറത്തു വന്നപ്പോൾ ആവർത്തിച്ച് PS പ്രശാന്ത് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് തങ്ങളുടെ ഭരണസമിതിക്ക് ഇതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് 2019 തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് SITയുടെ പ്രാഥമികമായ നിഗമനം. കാരണം 2019 ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയതിനു ശേഷം അതിൽ ചെമ്പ് പൊതിയുന്നു. അതിനുശേഷം ചെമ്പിന് മുകളിൽ സ്വർണ്ണം പൂശി തിരികെ എത്തിക്കുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഈ സ്വർണ്ണം മാറി ചെമ്പ് തെളിയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ശബരിമലയിലുണ്ട്, അവർക്കോ അല്ലെങ്കിൽ ദേവസ്വം ഭരണസമിതിക്കോ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും തോന്നിയില്ല. മാത്രമല്ല വീണ്ടും എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇത് കൊടുത്തുവിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയച്ചതിന് ശേഷം സ്മാർട്ട് ക്രിയേഷൻസ് തിരികെ ആവശ്യപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാനാണ്. അപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അതിനെ എതിർത്തില്ല? അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പരിശോധനകൾ കൂടാതെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാൻ കഴിയുന്നത്? എന്തുകൊണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഈ ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിടുന്നു എന്ന കാര്യം അറിയിച്ചില്ല? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് PS പ്രശാന്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ. അന്നത്തെ ദേവസ്വം ഭരണസമിതിക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയങ്ങൾ തന്നെയാണ്. 2019 ദേവസ്വം ഭരണസമിതിക്ക് മാത്രമല്ല ഇതിൽ ഉത്തരവാദിത്വമുള്ളത്, 2025 ഭരണസമിതിക്കും ഉത്തരവാദിത്വമുണ്ട്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അറിയാതെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കില്ല എന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ 2025 സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അത് പ്രശാന്തിന് കൂടുതൽ കുരുക്കാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ രീതിയിൽ പാളികൾ കൊടുത്തുവിട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. PS പ്രശാന്ത് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു തവണ മൊഴിയെടുത്ത് PS പ്രശാന്തിന്റെ പങ്കില്ല എന്ന് SIT നിഗമനത്തിലേക്ക് എത്തുമായിരുന്നു. ഇത് 3 തവണയാണ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും PS പ്രശാന്തിനെ സംരക്ഷിക്കാനുള്ള അണിയറ നീക്കങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണമെന്ന് പറയുന്നത് PS പ്രശാന്ത് കുരുക്കിലാവുകയാണെങ്കിൽ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ള അടുത്ത ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ PS പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എവിടെയോ വെച്ച് കണ്ട ഒരു ബന്ധം മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളത് എന്നാണെങ്കിൽ അങ്ങനെ എവിടെയോ വെച്ച് കണ്ട ബന്ധമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ
സുരേന്ദ്രനെ തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ 2 തവണ എത്തി എന്ന് പറയുമ്പോൾ അതിന് ആധികാരികത വരുന്നത്. എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ചിത്രങ്ങളില്ലാതെ എത്രയോ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ പാരിതോഷികങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നിലവിൽ SIT കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും PS പ്രശാന്തിനെ കൂടുതൽ കുരുക്കുമുറുകയാണെങ്കിൽ അത് കടകംപള്ളിയിലേക്ക് എത്തും. കൂടുതൽ ഉന്നതരിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് വളരെ നിർണായകമാണ്. നേരത്തെ ചില പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം കൃത്യമായി SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ശങ്കരദാസ് ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാനായിരുന്നു SIT അവസാനം വരെ ശ്രമിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ കാരണമാണ് ഇന്ന് സെൻട്രൽ ജയിലിലേക്ക്, പൂജപ്പുര ജയിലിലേക്ക് ശങ്കരദാസ് എത്തിയത് എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്വകാര്യ ആശുപത്രിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ശങ്കരദാസിന് എല്ലാവിധത്തിലുള്ള സംരക്ഷണം ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. ഇതിന് ഒരു പരിധിവരെ SIT കൂട്ടുനിൽക്കുകയും ചെയ്തു. SITക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഇതൊരു നാടകമാണെന്ന്. ഒടുവിൽ ഹൈക്കോടതി വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് ശങ്കരദാസ് ജയിലിനുള്ളിലേക്ക് എത്തുന്നത്. അതേ രീതിയിൽ തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമെന്ന് ആവർത്തിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമല കണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്വർണ്ണ കവർച്ച, ഭഗവാന്റെ സ്വർണം പോലും കവർന്നു എന്ന് സുപ്രീം കോടതി പോലും നിരീക്ഷണം നടത്തിയ ഈ സംഭവം പുറത്തേക്ക് എത്തിയത് ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. ജനം TVയും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി തന്നെയാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ PS പ്രശാന്തും അഴിക്കുള്ളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗൗതം. ഓക്കെ, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. 2025 ശബരിമലയിൽ നിന്നും ദ്വാരപാലക പാളികളും മറ്റും കൊണ്ടുപോയതിലും വലിയ ദുരൂഹത നിലനിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് കൊടുത്തയച്ചതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് SIT ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നുൾപ്പെടെ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 2025 വിഷയത്തിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി അഴിക്കുള്ളിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. R. രാജീവാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.